അങ്ങനെ അൻവർ ജാക്കിനെ ഞങ്ങൾക്ക് ഫേമസ് ആക്കണ്ട. ഇന്ന് നമ്മൾ ഇതാക്കാൻ തരുമോ? കൊറേ ദിവസമായി റീൽസിലൊക്കെ ഓടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കണം എന്നും നമ്മൾ വിചാരിക്കും. നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പ്ലാൻ ആക്കി. ഇന്നായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇന്നാക്കി. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് വീഡിയോ ഇതിന്റെ വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ വെച്ച് നമ്മൾ ഇന്ന് മുന്നേ വരുന്നതാണ്. ഓക്കെ, ഇജ്ജ് അറിഞ്ഞിട്ട് തന്നെ ഇല്ലല്ലേ, ഇജ്ജ് ഉറങ്ങിയില്ലടി, എന്നെ എപ്പോഴല്ലടി ഞങ്ങള് വിളിച്ചോണ്ടിയത്. അങ്ങനെ ഒരു തുടങ്ങല്ലേ? മാങ്ങയാണല്ലോ കിട്ടുന്നു ഗൈസ്. പൊളി പൊളി. രാവിലെ കാണാ. രാവിലെ കാണൂല, കാരണം രാവിലെ എല്ലാരും ബാത്റൂമിലേക്ക് ആരും. അല്ല, ഇജ്ജെന്താ ആദ്യം ചലച്ചിന്ന് എന്റെ വ്ളോഗ് ആയതുകൊണ്ട് ഇജ്ജ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ എന്താ പോകെ കയ്യിലിട്ടോണ്ടിട്ടോ. പിന്നെ സംഭവം തരോ? ഓന്റെ വ്ളോഗാണ്. ഏതായാലും നമ്മള് സംഭവം കണ്ടില്ല. കൊയച്ച സംഭവങ്ങളൊക്കെ 33 ലൈക്കും 101 ഷെയറും ഒക്കെ ഉണ്ടായേക്കേ അഹങ്കാരം കൂടി. ആകെ കിട്ടണുള്ളൂ. ഇനിയിപ്പോ ഇല്ല ആക്കല്ലേ പറഞ്ഞ കണ്ട് എല്ലാരും ഇപ്പൊ ആദ്യത്തെ മാതിരി സഹകരിക്കണില്ല. അതാ പ്രശ്നം. ഒക്കെ ശരിയാവൂടാ, ഒക്കെ ശരിയാവും. ബസ് കയറിയിട്ട് ഒരു വീഡിയോ ഇട്ടാ മതി. ഞാൻ ദുബായത്തെ മെട്രോ റെയിൽ കയറിയാണ് തോണ്ടാൻ പോകുന്നത്. താടി മീശൊക്കെ പഠിച്ചു വേണ്ടേ ബസ് കയറിയിട്ട് ഒരു വീഡിയോ ഇടാ. ഈ വീഡിയോ വൈറലാവാൻ പറയാ ഇങ്ങനെ ആക്കാം. ജാസി ഉമ്മർക്കാന്റെ അയൽവാസിയാ, ഇവന് ക്ലാസ്മേറ്റാ. ഇവന്റെ ഒപ്പം പഠിച്ച ആൾക്കാരാണ്. റഷീന്റെ ഒപ്പം പഠിച്ചു. ആ ജാസി എനിക്ക് ആരാണെങ്കിലും ഇവനെ സമ്മതിക്കണ ആള്. വീഡിയോ ഇതൊന്നും വരില്ലല്ലേ. എന്തിടും പച്ചയായ സത്യങ്ങളൊക്കെ അതേപോലെ ഇട്ടുണ്ട്. നമ്മൾ ഫേക്ക് ന്യൂസ് കൊടുത്തിട്ട് നമുക്ക് എവിടെയും നമുക്ക് അറിയിച്ചു വേണ്ട. അങ്ങനെ അറിയിച്ചു വേണ്ട. അങ്ങനെ അൻവർ ജാക്കിനെ ഞങ്ങൾക്ക് ഫേമസ് ആക്കണ്ട. സത്യമാതിരി നമുക്ക് സത്യം മാത്രം പറയുള്ളൂ. നമ്മളതിന്റെ ഒക്കെ ഒരാൾക്കാർ. പിന്നെ അതിനെ കുറിച്ചിട്ട് വേറെ ചിന്തിക്കാനേ ഇല്ല. അജോ ഈ പേരൊക്കെ എത്രത്തോളം സത്യമാണ് എന്ന് വേണ്ടി നമ്മള് വാക്കുകൾ. ഞങ്ങൾക്ക് നീ പറയണ്ട. നമ്മൾ കലണ്ട് വാക്ക് ഉയ്യാടു. ഇത് പറയാനുള്ള വാക്കുകൾ ഇപ്പൊ കിട്ടുന്നില്ല.